സുബ്ഹാനഹു വ തആല നമ്മോട് ഇത്രമാത്രം സ്നേഹിക്കുന്നു, നമുക്ക് ഇത്രയൊക്കെ തരുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഇതാണ് പടപ്പും റബ്ബും തമ്മിലുള്ള വ്യത്യാസം. പ്രിയമുള്ളവരെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമോ 1000 നന്മകൾ നമ്മൾ മനുഷ്യർക്ക് ചെയ്തു കൊടുത്താലും മനുഷ്യ സഹജമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസമോ നമ്മുടെ ഭാഗത്തിൽ നിന്ന് അവനിൽ ഉണ്ടായി കഴിഞ്ഞാല് 1000 നന്മകളെ മറന്നുകൊണ്ട് ഈ ഒരൊറ്റ തെറ്റിന്റെ കാരണത്താല് നമ്മളെ ക്രോശിക്കുന്നവനും കൊട്ടിഘോഷിക്കുന്നവനുമാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ. എന്നാൽ അല്ലാഹ് അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കണം, 1000 തിന്മകൾ നീ നിന്റെ റബ്ബിനോട് ചെയ്താലും നീ ഒന്ന് പശ്ചാത്തപിക്കാനായിട്ട് നിന്റെ മനസ്സിൽ നീ കൊണ്ടുവരികയും നിറ കണ്ണുകളോടെ നീ നിന്റെ റബ്ബിലേക്കൊന്ന് കൈകൾ നീട്ടിയാല് എത്ര വലിയ പാപമാണെങ്കിലും പുറത്തു തന്ന് നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും, സ്നേഹിക്കും. ഇതാണ് പ്രിയമുള്ളവരെ പടപ്പും റബ്ബും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ നമ്മുടെ നഫ്സിനേക്കാള് നമ്മുടെ മാതാപിതാക്കളെക്കാട്ടിൽ എല്ലാവരെക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പ്രിയമുള്ളവരെ, അള്ളാനെയാണ് നമ്മൾ പ്രണയിക്കേണ്ടത്, അള്ളാനെയാണ് നമ്മൾ കൂട്ടുകാരാക്കേണ്ടത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഇന്ന് മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ട്, സന്താനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇവകളെയെല്ലാം നിന്നിലേക്ക് തന്നതാരാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതൊന്നും തന്നില്ലായിരുന്നെങ്കിൽ നീ ഇവരെ സ്നേഹിക്കുമായിരുന്നു, ഇവരെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നീ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലേ നിനക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നത്, നീ സ്നേഹിക്കേണ്ടത്, പ്രണയിക്കേണ്ടത് ആദ്യം നിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിന്നെ പടച്ച നിന്റെ റബ്ബിനെയാണ് നീ സ്നേഹിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ സ്നേഹിക്കേണ്ടതാണ് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, 3 കാര്യങ്ങൾ ഏതൊരുവനിലുണ്ടോ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 3 കാര്യം? അതിൽ 2 കാര്യം പറഞ്ഞു തരാം. ഒന്ന്, ഒരു മനുഷ്യന്റെ ജീവിതത്തില് അള്ളാഹു അവന്റെ റസൂലും അല്ലാതെ മറ്റാർക്കും സ്നേഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈമാനിന്റെ മാധുര്യം നിങ്ങൾ ആസ്വദിച്ചവരാണെന്ന്. ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം നിങ്ങൾ ആസ്വദിച്ചവരാണെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമതായി പറഞ്ഞത് എന്താണ്? അല്ലാഹ്